KPCC അധ്യക്ഷൻ കെ സുധാകരൻ 2025 മിഷൻ എന്താണെന്ന് കോൺഗ്രസിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിന് മാത്രമല്ല, അതുവഴി UDFിനെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും അദ്ദേഹം കൃത്യമായി ഒരു തീരുമാനം നിഷ്കർഷിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമാണ് എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് കോൺഗ്രസ് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു രീതിയിലും അന്തരമുണ്ടാകേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം പാർലമെന്ററി കാര്യങ്ങൾ കൂടുതൽ നോക്കിയാൽ മതി. സംഘടനാ ചുമതല പ്രസിഡന്റിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. നിയമസഭയിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ ചുവട് എന്നത് ലോക്സഭയല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFിന് മേൽക്കൈ ഉണ്ടാക്കിയാൽ മാത്രമേ നിയമസഭയിൽ തുടർ വിജയം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങൾ നിരവധിയായി ഇപ്പോൾ UDFിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തമ്മിലടിയും ഐക്യമില്ലായ്മയും എല്ലാം UDFിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കൂടുതൽ സമയം കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായി ദേശീയ കോൺഗ്രസ് കമ്മിറ്റി അനുമതി നൽകിയിരിക്കുകയാണ്. നിലവിൽ ആലപ്പുഴ MP കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അദ്ദേഹം കൃത്യമായും ഈ കാര്യങ്ങളെ അവലോകനം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ കെ സുധാകരൻ വലിയ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന് ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ന്യൂനതകൾ ഒരുപാട് വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പ്രതീക്ഷിച്ചത്ര മുന്നേറ്റമില്ല എന്ന് പലപ്പോഴായി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെന്റിൽ കിട്ടിയ മിന്നുന്ന വിജയം ആവർത്തിക്കപ്പെടുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് സുധാകരൻ മുന്നോട്ട് നീങ്ങുന്നത്. കോർപ്പറേഷനുകൾ 6 ഉള്ളതിൽ 4 കുറഞ്ഞത് ജയിച്ചെടുക്കേണ്ടത് UDFിൻ്റെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളത് നിലവിൽ കെ സുധാകരൻ്റെ തട്ടകമായ കണ്ണൂരിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ്. നിലവിലുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിൽ അതിശക്തമായ മുന്നേറ്റം നേടിയെടുക്കണമെങ്കിൽ താഴെ തട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിക്കേണ്ടതായി ഉണ്ട്. കോർപ്പറേഷനുകളിലെ വിജയം ആധികാരികമായിരിക്കണം. അതുപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലും. കേരളത്തിൽ 86 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ ഒരു ലീഡ് തിരികെ കൊണ്ടുവരാൻ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നാൽ കഴിയും. അത് കഴിയണമെങ്കിൽ തീർച്ചയായും കെട്ടുറപ്പോടെ പ്രവർത്തിക്കേണ്ടതായുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്, പ്രവർത്തകർ നിഷ്ക്രിയരായിട്ട് കാര്യമില്ല. ഒരിക്കലും എല്ലാം ഒരൊറ്റ പാർട്ടിയെ കൊണ്ട് നേടാനും സാധിക്കില്ല. UDF എന്നത് എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരുടെയും ഒത്തുകൂടലാണ്. എല്ലാ ചേരുവകളും ചേർന്നാൽ മാത്രമേ വ്യക്തമായ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നത് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമല്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് പകരം ചെയ്തു കാണിക്കലാണ് വേണ്ടത്. 2 ഉപതെരഞ്ഞെടുപ്പും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിലെ വിജയം കൂടി തുടർച്ചയായി നേടിയെടുത്താൽ മാത്രമേ UDFിൻ്റെ ഗ്രാഫ് മുന്നോട്ട് പോവുകയുള്ളൂ.